ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുറച്ച് നാരങ്ങാ നീര്, ഒരു സ്പൂണോളം നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണോളം പെരുംജീരകം, വലിയ ജീരകം പൊടിച്ചത്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഓയിലാണ്. ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കോൺഫ്ലവറോടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡും ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയും ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയും ബാക്കി ഓയിലിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മീഡിയം സൈസിലെ സവാള കട്ട് ചെയ്തതും 3 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകണ്ട. അതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശകലം പെരുംജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉള്ളിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്നിടാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.